Good morning to all. Money math എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ. In Omega stores, ceiling fan sold at 1,728 rupees a piece fetches 128 rupees as profit, while pedestal fan sold at 2,616 rupees a piece fetches 216 rupees as profit. Which sale is more profitable? ഒമേഗ സ്റ്റോഴ്സിൽ ഒരു സീലിംഗ് ഫാൻ 1728 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 128 രൂപ പ്രോഫിറ്റ് കിട്ടും. അതേസമയം ഒരു പെഡസ്ട്രിയൽ ഫാൻ വിൽക്കുമ്പോൾ 2616 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 216 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് കണ്ടെത്തുക. നോക്കുക, ഇവിടെ ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിച്ചാൽ മതി. പ്രോഫിറ്റ് പെർസെന്റ് ഏതിനാണോ കൂടുതൽ കിട്ടുന്നത് അതിനായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വേണം, എത്ര രൂപയാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സീലിംഗ് ഫാനിന്റെയും പെഡസ്ട്രിയൽ ഫാനിന്റെയും സെയിൽ പ്രൈസ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്, ഇങ്ങനെയാണ് പറയുന്നത്. ശരിയല്ലേ? അതായത് വാങ്ങിക്കുന്ന വിലയുടെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ അറിയാം? സെയിൽ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, പ്രൈസ് ഓഫ് സീലിംഗ് ഫാൻ എത്രയാണ്? 1728. Then profit 128. അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1728 മൈനസ് 128 ഈസ് ഈക്വൽ ടു 1600. ഇനി എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെന്റ് ഈസ് ഈക്വൽ ടു profit divided by cost price into 100. അതായത് 128 divided by 1600 into 100. ഓക്കെ, 8% എന്ന് കിട്ടും. ഓക്കെ, ഇതിലെ 128നെ 1600 ഡിവൈഡ് ചെയ്യും, 8 കിട്ടും. നെക്സ്റ്റ് വൺ നോക്കുക. ഇപ്പൊ സീലിംഗ് ഫാനിന്റെ സെയിൽ പ്രൈസ് കിട്ടി. അതെന്താ എടുത്ത അടുത്ത സ്റ്റെപ്പില്? സെയിൽ പ്രൈസ് ഓഫ് പെഡസ്ട്രിയൽ ഫാൻ എത്രയായിരുന്നു? 2616. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രോഫിറ്റോ? പ്രോഫിറ്റ് എത്രയായിരുന്നു? 216. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 2616 മൈനസ് 216 ഈസ് ഈക്വൽ ടു 2400. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റ് എത്ര വരും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയായിരുന്നു? 216 ഡിവൈഡഡ് ബൈ 2400 ഇൻറ്റു 100. ഓക്കെ, 216 ഡിവൈഡ് ബൈ 24 വരും. എത്ര വരും? 9%. നോക്കുക, അപ്പം സീലിംഗ് ഫാൻ വിൽക്കുമ്പോൾ 8% ആണ് പ്രോഫിറ്റ് പെർസെന്റ് എങ്കിൽ പെഡസ്ട്രിയൽ ഫാൻ വിൽക്കുമ്പോൾ എത്രയായിരുന്നു? 9%. അപ്പൊ ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ? പെഡസ്ട്രിയൽ ഫാൻ വിൽക്കുന്നതാണ് മോർ പ്രോഫിറ്റബിൾ. അപ്പൊ എന്താ എഴുതുക ആൻസർ? The sale of pedestrian fan is more profitable. Next question. A retailer buys 150 kilograms of pepper at 400 rupees a kilogram and sells it at a profit of 60 rupees a kilogram. 4 question ഉണ്ട്. What is the total amount spent by in buying? What is the total amount got? What is the total profit? What is the profit percent? Okay, അതായത് ഒരു കച്ചവടക്കാരൻ 150 കിലോഗ്രാം കുരുമുളക് 1 കിലോഗ്രാമിന് 400 രൂപ വെച്ച് വാങ്ങിച്ചു. അയാൾ അത് 60 രൂപ ലാഭത്തിൽ വിൽക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ വാങ്ങിക്കാനായിട്ട് ടോട്ടൽ എത്ര രൂപ ചെലവാക്കി? എത്ര രൂപ അയാൾക്ക് ആകെ കിട്ടി? എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയത്? എത്രയാണ് പ്രോഫിറ്റ് പെർസെന്റ്? ഓക്കെ, ടോട്ടൽ ബൈയിങ് പ്രൈസ് നോക്കുക.
1 കിലോഗ്രാമിന് 400 രൂപ വെച്ച് 150 കിലോഗ്രാം വാങ്ങി. അപ്പോൾ 150 ഇൻറ്റു 400 60,000 rupees. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഗോട്ട്? അതായത് സെല്ലിംഗ് പ്രൈസോ അല്ലെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നോക്കുക. അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ കിലോഗ്രാം എത്രയായിരുന്നു? 60 രൂപ ലാഭത്തിന് വിറ്റാൽ എത്രയായിരുന്നു? 460. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 150 ഇൻറ്റു 460 എത്ര വരും? 160 ഇൻറ്റു 460 ചെയ്യുമ്പോൾ 69,000. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റ് ആകെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് അല്ല സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. അതായത് 69,000 മൈനസ് 60,000 which is equal to 9,000. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് പേഴ്സൺ 9,000, അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 60,000 ഇൻറ്റു 100. 15%. 15% പ്രോഫിറ്റ് പേഴ്സൺ. ഓക്കെ, അതായത് ടോട്ടൽ ബൈയിങ് പ്രൈസ് എഴുതി, 1 കിലോഗ്രാം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് എഴുതി, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എഴുതി, ടോട്ടൽ പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 9,000, പിന്നെ പ്രോഫിറ്റ് പെർസെന്റേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അത് ഡിവൈഡ് ചെയ്തപ്പോൾ 15% എന്ന് കിട്ടി. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കുക. എ ട്രേഡർ ബോട്ട് ആൻ ഇലക്ട്രോണിക് അയൺ ഫോർ 1,200 rupees. He wants 12% profit on selling it. At what price should he sell it? ഒരു വ്യാപാരി ഒരു ഇലക്ട്രോണിക് അയൺ 1,200 rupeesന് വാങ്ങിച്ചു. അയാൾക്ക് 12% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓക്കെ, അപ്പൊ എന്ത് എഴുതാം? അയാൾ വാങ്ങിക്കുന്ന വില ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. കോസ്റ്റ് പ്രൈസ് ഓഫ് അയൺ ബോക്സ് എന്ത് വരും? 1,200. ഓക്കെ, ഇനി അയാൾക്ക് വേണ്ട പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് 12% ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ 12% വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് 12% പ്രോഫിറ്റ് വേണം. അങ്ങനെയെങ്കിൽ എന്ത് വേണം? 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1,200. ഓക്കെ, എത്ര വേണം? 144 rupees പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയെങ്കിൽ സെയിൽ പ്രൈസ് എത്രയായിരിക്കും എന്നായിരുന്നു ചോദ്യം. സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. ഇതാണ് സിമ്പിൾ. എന്ത് വരും? 1,200 പ്ലസ് 144 which is equal to 1,344 rupees. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് ഒന്നാമത്തെ വഴി. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അയാൾക്ക് 1,200 രൂപയ്ക്ക് വാങ്ങിച്ച അയൺ ബോക്സ് 12% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതിന്റെ 12% കണ്ടുപിടിച്ചു. എന്നിട്ട് ആ എമൗണ്ട് പ്രോഫിറ്റ് ആക്കി ദെൻ കോസ്റ്റ് പ്രൈസിനോട് പ്രോഫിറ്റ് ആഡ് ചെയ്തു, സെയിൽ പ്രൈസ് കിട്ടി. ഓക്കെ, ഇനി അതല്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്. സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു, നോക്കുക, അയാൾക്ക് വാങ്ങിച്ച വിലയേക്കാൾ 12% കൂടുതൽ വേണം എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. 112% ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് വേണം, അതിന്റെ കൂടെ 12% അധികം വേണം. കോസ്റ്റ് പ്രൈസ് ആണ് 1,200, അതിന്റെ 12% അധികം തന്നെ എന്താ? കോസ്റ്റ് പ്രൈസും വേണം, അതിന്റെ 12% എക്സ്ട്രാ വേണം. അതാണ് 112. 100% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആവും, അതിനൂടെ 12% അടയുമ്പോൾ എന്താവും? 112. 112% ഓഫ് കോസ്റ്റ് പ്രൈസ്, അതായത് 112 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1,200. നോക്കാം, ഇതും ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണേ? 112 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 1,344. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് ആക്ച്വലി കോസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ്, അല്ലെ ലോസ് ആണ് ലോസ്. കോസ്റ്റ് പ്രൈസ് അറിയാം, പ്രോഫിറ്റ് ഓർ ലോസ് അത് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽ പ്രൈസ് കിട്ടും. ഇല്ല, കോസ്റ്റ് പ്രൈസിൽ നിന്ന് ലോസ് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് സെയിൽ പ്രൈസ് കിട്ടും. നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ സെയിൽ പ്രൈസ് കിട്ടും. ഇനി
അത് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ എത്ര ശതമാനമാണോ പ്രോഫിറ്റ് അതേ 100 ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് കോസ്റ്റ് പ്രൈസിന്റെ അത്രയും % കണ്ടുപിടിക്കുക. ഇനി നഷ്ടമാണ്, ഇപ്പോൾ സപ്പോസ് 10% നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 90% 100 മൈനസ് എടുക്കുക. അതായത് ലാഭമോ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ 100 പ്ലസ് പ്രോഫിറ്റ് എത്ര ശതമാനമാണ് പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിലോ 100 മൈനസ് ലോസ് പെർസെന്റ് എത്രയാണോ അത്രയും കുറയ്ക്കുക. എന്നിട്ട് ഏതിന് കണ്ടുപിടിക്കുക, കോസ്റ്റ് പ്രൈസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യാം, 100 പ്ലസ് എത്ര ശതമാനമാണ് പ്രോഫിറ്റ് ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. അതായത് 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ടോട്ടലാണ് പെർസെന്റ് വരുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സെയിൽ പ്രൈസ് ഓഫ് ഈച്ച് ഇൻ ദ ടേബിൾ ബിലോ. ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഓരോ കേസസിലും സെയിൽ പ്രൈസ് കണ്ടെത്തുക. ഓക്കെ, ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന ടേബിൾ തന്നിട്ടുണ്ട്, എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എത്ര ശതമാനമാണ് ലോസ്. ഈ ഓരോ കേസിലുള്ള സെയിൽ പ്രൈസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ 1500 സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 1500 ഇൻറ്റു 115 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1750 rupees. ഫസ്റ്റ് കേസിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1750 അല്ല 1725 rupees. സെക്കൻഡ് കേസിൽ ലോസ് ആയിരുന്നു, അപ്പോൾ 2000 ഇൻറ്റു 100 മൈനസ് 20 80/100 80% ആണ്, which is equal to 1600 rupees. തേർഡ് കേസിൽ 8% ലോസ് ആയിരുന്നു, 8000 ഇൻറ്റു 92 ഡിവൈഡഡ് ബൈ 100 which is equal to 7360 rupees. Then last case 30% പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്ത് പറയാം, 1650 into 13 ആഡ് ചെയ്യുക, 113 divided by 100 16.5 into 113. അതായത് 100 ഒരു 0 ക്യാൻസൽ ചെയ്തു, 1650 ഒരു 0 ക്യാൻസൽ ചെയ്തു, വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 16.5 വന്നു. 16.5 into 113 ചെയ്തു, അല്ലെങ്കിൽ 165 into 113 ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, 1864.50 rupees. നോക്കുക ഓരോ കേസസിലും എങ്ങനെയാണ് സംഭവിച്ചത് നോക്കുക. 1500 50% പ്രോഫിറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കാണ്ട് 1500 ഇൻറ്റു 15 എന്നുള്ളത് 100 കൂടെ ആഡ് ചെയ്തു. ദെൻ 115% എന്നായിരുന്നു വരുന്നത്, അപ്പോൾ 115 ഡിവൈഡ് ബൈ 100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1725. സെക്കൻഡ് കേസ് 20% ലോസ് ആയിരുന്നു, അപ്പോൾ 2000 ഇൻറ്റു 100% എന്ന് പറഞ്ഞതിൽ നിന്ന് ലോസ് വരുമ്പോൾ 100ൽ നിന്ന് 20 കുറച്ചു, അപ്പോൾ 100 മൈനസ് 20 80/100 80% എന്നാണ് മീനിങ്. അതായത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 1500 ആയിരുന്നു, 15% പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യാറ്, 1500 15% കണ്ടുപിടിച്ചു, അതിനുശേഷം അത് ആഡ് ചെയ്തു. അതിന് പകരം 115% ഡയറക്റ്റ് കണ്ടുപിടിക്കും, 115% ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ എന്ത് വരും, 115 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1500. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1725. ഇതുപോലെയാണ് ഓരോന്നും ചെയ്തത്. അതായത് ഇവിടെ 20% ലോസ് വരുമ്പോൾ എന്ത് വരും, 2000 ഇൻറ്റു 20% കണ്ടുപിടിച്ച് കുറയ്ക്കുന്നതിന് പകരം 2000 ഇൻറ്റു 80 എന്താണ് 2000ന്റെ 80% കണ്ടുപിടിച്ചു, 20% കുറച്ചിട്ടുള്ള 80% കണ്ടുപിടിച്ചു. അതാണ് 2000 ഇൻറ്റു 80/100. അടുത്ത കേസിൽ 8000ന്റെ 8% ലോസ് ആയിരുന്നു, അങ്ങനെയെങ്കിൽ 8000ന്റെ 8% കുറച്ചിട്ടുള്ള 92%, 8000ന്റെ 92% കണ്ടുപിടിച്ചു. അടുത്ത കേസിൽ എന്തായിരുന്നു, 1650ന്റെ 13% പ്രോഫിറ്റ് ആയിരുന്നപ്പോൾ അതിന്റെ 113% കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് 130 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ട്രേഡർ സോൾഡ് എ ബൈസൈക്കിൾ ഫോർ 4500 rupees at 10% loss. What amount did he originally spend on it? നോക്കുക, ഒരു ട്രേഡർ ഒരു ബൈസൈക്കിൾ 4500 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെയെങ്കിൽ അയാൾ ആക്ച്വലി ആ സൈക്കിൾ വാങ്ങിക്കാൻ എത്ര രൂപയാണ് മുടക്കിയത്? അതായത് സൈക്കിളിന്റെ സെയിൽ പ്രൈസ് നമുക്കറിയാം, സെയിൽ പ്രൈസ് ഓഫ്
സൈക്കിൾ എത്രയാണ് 4500. ഇനി അവിടെ എന്തായാലും സംഭവിച്ച് ലോസ് പെർസെന്റ് നമുക്കറിയാം എത്രയായിരുന്നു 10% ലോസ് ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ട എന്താ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്നാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തറിയാം സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ ലോസ് ആണെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക് 100 മൈനസ് ലോസ് പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ ലോസ് ആണെങ്കിൽ എത്ര ശതമാനമാണോ 100 മൈനസ് പെർസെന്റ് ആണ് ഇവിടെ ലോസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ലോസ് 10%, അതായത് അയാൾ വാങ്ങിച്ചതിന്റെ 10% കുറച്ചാണ് സൈക്കിൾ വിറ്റത്. അതായത് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 90% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരുന്നു. മനസ്സിലായോ? 90% ഓഫ് കോസ്റ്റ് പ്രൈസ്. കാരണം എന്താ, സൈക്കിൾ വാങ്ങിച്ചിട്ട് 4500 രൂപയ്ക്കാണ് വിറ്റത്. വിറ്റ വില നമുക്ക് അറിയാവുന്നത്. വിറ്റ വില എന്ന് പറഞ്ഞാൽ എന്താണ്, വാങ്ങിച്ചതിനേക്കാൾ 10% നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ 90%. 100 മൈനസ് 10 എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ സ്റ്റെപ്പിൽ എന്താ വരേണ്ടത്, സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസില് 100 മൈനസ് 10% ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിന്റെ 90%. അപ്പൊ സെയിൽ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാ 4500. ഇവിടെ എത്രയാണ് 90% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് എന്താണ് 4500. ഇനി 90% എന്ന് പറഞ്ഞാൽ എന്താ 90/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇനി എന്തിനാണ് കണ്ടുപിടിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 4500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക് 500 ഇൻറ്റു 10 which is equal to 5000 ആണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്ത്, നമുക്ക് അറിയാവുന്ന കാര്യം ഇത് വെച്ചു. സെയിൽ പ്രൈസ് അറിയാം, ലോസ് അറിയാമെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടി സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു എന്തറിയാം, ലോസ് ആണെങ്കിൽ 100 മൈനസ് ലോസ് ബ്രാക്കറ്റിന് പുറത്ത് പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് ഇവിടെ 10% ആണ് ലോസ് എങ്കിൽ 100 മൈനസ് 10 ഓഫ് 10% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതായത് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 90% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. അതിനകത്ത് നമ്മൾ സ്റ്റെപ്പ് എഴുതി 90% 90/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം 4500 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 അതാണ് കോസ്റ്റ് പ്രൈസ്. എന്ത് കിട്ടി 5000. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് പ്രോഫിറ്റ് പെർസെന്റ് എന്താണ്, ലോസ് പെർസെന്റ് എന്താണ്, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സെയിൽ പ്രൈസ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, താങ്ക് യു.